അറക്കൽ ബീവി ഭാഗം 25. അതെന്താ വേഗം പോകുന്നത്? ഞങ്ങൾക്ക് നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല മോനെ. ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. നിങ്ങൾക്ക് നാളെ പോയാൽ പോരെ? അലി അൻവർ അമ്മനോട് ചോദിച്ചു. അതൊന്നും വേണ്ട. എൻ്റെ ഉമ്മിയെ നിഷ്കരണം ഉപേക്ഷിച്ച് കളഞ്ഞ ഈ തറവാട്ടിൽ ഞാൻ എങ്ങനെ നിൽക്കും? എങ്ങനെ രാത്രി ചെലവഴിക്കും? എനിക്കതിന് കഴിയില്ല. അവൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പ്രജ്ഞാറ്റ് നിന്നു. ഇതെല്ലാം കേട്ട് അകത്തു നിന്നിരുന്ന ഹസീന ബീവിയുടെ ഹൃദയം മുറിഞ്ഞ് ചോര ഒഴുകി. താൻ കാരണം രാജകുമാരനെ പോലെ വളരേണ്ട കുഞ്ഞ് അനാഥാലയത്തിൽ ഒരു അഗതിയായി ജീവിക്കേണ്ടി വന്നല്ലോ എന്നൊരു കുറ്റബോധം ബീവിയെ കാർന്നു തിന്നാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അവരെന്തൊക്കെയോ ആലോചിച്ചു എണീറ്റ് ഉമ്മറത്തേക്ക് നടന്നു. അമൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ബീവി അവിടെ എത്തിയത്. ഉടനെ അവർ അവനെ വിളിച്ചു. മോനെ പോവല്ലേ, ഞാനൊന്നു പറയട്ടെ. ഹസീന ബീവിയുടെ അപേക്ഷ സ്വരം കേട്ട് അമൻ ഒന്നു നിന്നു, തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ബീവി ഇറങ്ങി വന്നു. ശേഷം കൈകൾ കൂപ്പിക്കൊണ്ട് അവർ പറഞ്ഞു, ക്ഷമിക്കണം എന്ന് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. മോനെ, നിനക്ക് ഈ അവസ്ഥ വരാൻ കാരണം ഞാനാണ്. എൻ്റെ ആഗ്രഹങ്ങളാണ്. നിൻ്റെ ഉപ്പയെ ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന എനിക്ക് മോൻ്റെ ഉമ്മയുമായുള്ള അവരുടെ വിവാഹം സങ്കടമായിരുന്നു. അതിനോട് ഞാൻ പൊരുത്തപ്പെട്ട് വരുന്ന നേരത്താണ് മോൻ്റെ ജനനവും ഉമ്മയുടെ ആ അവസ്ഥയും എല്ലാം അറിഞ്ഞപ്പോൾ സ്വാർത്ഥത നിറഞ്ഞ ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് വന്നുപോയി. അല്ലെങ്കിൽ ഒരിക്കലും മോൻ്റെ ഉപ്പയെ മോന് നഷ്ടപ്പെടില്ലായിരുന്നു. മോനുപ്പയെ വെറുക്കരുത്. എപ്പോഴും നിന്നെക്കുറിച്ച് അവർ ഓർക്കാറുണ്ട്. നിന്നെ കാണാനും ആഗ്രഹിക്കാറുണ്ട്. ഞാനാണ് അത് മുളയിലേ നുള്ളിക്കറയാറ്. അതുകൊണ്ടാണ് മോനെ ഉപ്പ ഇത്രയും കാലം തിരഞ്ഞു വരാതിരുന്നത്. തെറ്റുകാരി ഞാനാണ് മോനെ. അതുകൊണ്ടായിരിക്കും എനിക്കൊരു കുഞ്ഞിനെ പഠിച്ചോൻ തരാതിരുന്നത്. അതും പറഞ്ഞ് ഹസീന ബീവി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് നിലത്തേക്ക് ഊർന്നിരുന്നു. അവരുടെ ആ വെളിപ്പെടുത്തൽ എല്ലാവരിലും ഒരു ഞെട്ടലുളവാക്കി. അമനും അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. സങ്കടം തിങ്ങി നിൽക്കുന്ന മുഖം, കരഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തം. കുറേ നാളായി ഉറങ്ങാത്തതുപോലെ വെളുത്ത മുഖത്ത് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് പടർന്നിരിക്കുന്നു. അവരുടെ സങ്കടം കണ്ടപ്പോൾ അവരോട് അമന് ദേഷ്യമൊന്നും തോന്നിയില്ല. ഇതൊക്കെ സംഭവിക്കുമെന്ന് പടച്ചവൻ മുമ്പ് തന്നെ കണക്കാക്കി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഉപ്പ ഉപേക്ഷിച്ചെങ്കിലും ഉമ്മാക്ക് ജീവനുണ്ടായിരുന്നല്ലോ. അത് ഉമ്മയുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള മറ്റൊരാൾ കവർന്നെടുത്തില്ലേ? എല്ലാം ദൈവനിശ്ചയം. അമൻ അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവരെ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു, കരയരുത്, എണീക്കൂ. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് നീറി ജീവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആരോടും വെറുപ്പ് ഒന്നുമില്ല. എൻ്റെ കഥകൾ കേട്ടപ്പോൾ ഉപ്പയോട് ചെറിയൊരു നീരസം തോന്നിയിരുന്നു. അത് പിന്നെ സ്വാഭാവികമല്ലേ? പക്ഷേ ഉപ്പയുടെ പ്രായം കണക്കിലെടുത്ത് ആ ചിന്തകളിലൂടെ ഞാൻ ചിന്തിച്ചപ്പോൾ ചിലരെങ്കിലും ചെയ്തു പോകാവുന്ന ഒരു കാര്യം തന്നെയാണ് ഉപ്പ ചെയ്തത്. അതിനു കാരണമായി നിങ്ങൾ മാറിയേക്കാം. അതൊന്നും ഇനി ഓർക്കണ്ട. അതുകൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. ഞാൻ വളർന്നത് പല നാടുകളിലായി, പല അഗതി കേന്ദ്രങ്ങളിലുമാണ്. എന്നെ വളർത്തിയത് എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്. ഇവിടെ ഉപ്പ എന്നെയും ഉമ്മയെയും ഉപേക്ഷിച്ചെങ്കിലും ഞങ്ങളെ നോക്കാൻ ഉമ്മയുടെ മാതാപിതാക്കളും സഹോദരിയും സഹോദരനും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വേറെ പലരും തുനിഞ്ഞിറങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. എല്ലാം ദൈവനിശ്ചയം മാത്രമാണ്. അതാണ് വിശ്വാസം. എൻ്റെ ഉമ്മ വളർത്തിയത് ആ രൂപത്തിലാണ്. എല്ലാവരോടും പൊറുക്കാനും ക്ഷമിക്കാനും എനിക്ക് കഴിയും. പക്ഷേ അതൊരു ദിവസം കൊണ്ടൊന്നും നടക്കുന്നതല്ലല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇവിടെ വരും. ഇപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോകുന്നു. അവൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ്റെ മറുപടി എല്ലാവരിലും പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തി. എല്ലാവരുടെയും കണ്ണുകൾ മിഴിനീരണിഞ്ഞു. ഒരിക്കലും ഒരാളും പൊറുക്കപ്പെടാത്ത തെറ്റ് തന്നെയാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ളത്. എങ്കിലും ഈ പൊന്നുമോൻ അത് പുറത്തു മാപ്പാക്കി തന്നല്ലോ. അതുതന്നെ വലിയ കാര്യം. അൽഹംദുലില്ലാ. എല്ലാവരും മനസ്സിൽ ദൈവത്തെ സ്തുതിച്ചു. അലി അക്ബർ വേഗത്തിൽ തന്നെ പുറത്തേക്കിറങ്ങി കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സമതിരിക്കുന്ന ഡോറിൻ്റെ അടുത്ത് ചെന്ന് മുട്ടി വിളിച്ചു. അയാൾ ഗ്ലാസ് താഴ്ത്തിയപ്പോൾ അലി അക്ബർ പറഞ്ഞു, സമദ്, നിങ്ങളെല്ലാവരും അകത്തേക്ക് വരണം. ആദ്യമായി ഞങ്ങൾ തറവാട്ടിലേക്ക് വന്നതല്ലേ. അതിഥികളെ ഇങ്ങനെ വിട്ടുകളയുന്നത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് വരാതിരിക്കരുത്, പ്ലീസ്. അയാളുടെ സ്വരത്തിലും യാചന നിറഞ്ഞു. സമദ് തിരിഞ്ഞു റാബിയെയും സനുവിനെയും നോക്കി. അവരുടെ മുഖത്തും അനിഷ്ടം കാണാത്തതിനാൽ അയാൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നാലെ മറ്റു രണ്ടുപേരും. അലിയുടെ പിന്നാലെ അവരും ഉമ്മറത്തേക്ക് പ്രവേശിച്ചു. സനു അമൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. റാബിയയും സമദും അവരുടെ മറ്റു സൈഡിലും നിന്നു. എല്ലാവരും അകത്തേക്ക് കയറണം. ഇത് വലിയൊരു തറവാടാണല്ലോ. ഒരിക്കലും തറവാട്ടുകാർ ചെയ്യേണ്ട കാര്യമല്ല ഞാനും എൻ്റെ വീട്ടുകാരും നിങ്ങളോട് ചെയ്തത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. നിങ്ങളെ സൽക്കരിക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സൽക്കാരം നിങ്ങൾ ദയവ് ചെയ്ത് സ്വീകരിക്കണം, അലി അക്ബർ പറഞ്ഞു. അതിന് മറുപടിയായി സമദ് പറഞ്ഞു, മോൻ നിങ്ങളോട് ക്ഷമിച്ചെങ്കിൽ എനിക്ക് പിന്നെ നിങ്ങളോട് യാതൊരുവിധ എതിർപ്പുമില്ല. ഇവിടേക്ക് വരുമ്പോൾ
എന്താണ് സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വണ്ടിയിൽ നിന്നും ഇറങ്ങാതെയിരുന്നത്. ഇത് സമദിനെ ചൂണ്ടി അലി അക്ബറിൻ്റെ സഹോദരങ്ങൾ ചോദിച്ചു. ഇതെൻ്റെ കുഞ്ഞമ്മയുടെ ഹസ്ബൻഡാണ്, എൻ്റെ വൈഫിൻ്റെ ഉപ്പയും. അപ്പോൾ ഇതാണല്ലേ റാഹിയുടെ അനിയത്തി? കുഞ്ഞായപ്പോൾ കണ്ടതല്ലേ, മുഖമെല്ലാം മാറിയിട്ടുണ്ട്. റാബിയയെ നോക്കി അവർ പറഞ്ഞു. റാബിയ അവരെ നോക്കി തിരിച്ച് ഒന്ന് പുഞ്ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാണ്? ചെറുപ്പത്തിൽ ഇവിടെ വരാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു. വീട് അന്നത്തേതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അവിടുത്തെ പെൺകുട്ടികൾ സനുവിനെയും അമനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഭംഗി അവരിൽ ചെറുതായി അസൂയ ഉണ്ടാക്കുന്നുണ്ട്. എടി, അവർ രണ്ടും നല്ല മാച്ചാണല്ലേ, നീ കണ്ടോ? ഓള് വന്നപ്പോൾ ഓൻ്റെ മുഖത്ത് നല്ല തെളിച്ചം കൂടുതലുണ്ടോ എന്നൊരു സംശയം അൻവറിൻ്റെ മൂത്ത മോള് സുമി പറഞ്ഞു. ശരിയാ സുമിത്ത പറഞ്ഞത്, രണ്ടാളും നല്ല മാച്ചാണ്. അമൻക ആങ്ങളെയും ഒന്ന് കെട്ടിയതുമായിപ്പോയി, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു, അഷ്കറിൻ്റെ ചെറിയ മോൾ അഫ്ര പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർ പതുങ്ങിച്ചിരിച്ചു. വരൂ, നമുക്കൊരു ചായ കുടിക്കാം. അവിടേക്ക് വന്നുകൊണ്ട് അൻവറിൻ്റെ ഭാര്യ ഷംന അവരെ ക്ഷണിച്ചു. റാബിയെയും സനുവിനെയും കൈപിടിച്ചവർ അകത്തേക്ക് കൂട്ടി. അൻവറും അഷ്കറും കൂടി അമനെയും സമദിനെയും വീണ്ടും ക്ഷണിച്ചു. വല്ലാതെ അവരോട് അടുത്ത് ഇടപെട്ടെങ്കിലും അവരെ മുഷിപ്പിക്കാത്ത രീതിയിൽ അമനും സനുവും റാബിയയും സമദും അവരോട് പെരുമാറി. അതുതന്നെ അവിടെ ഉള്ളവർ പ്രതീക്ഷിക്കാത്തതിനാൽ അവർ ഏറെ സന്തോഷത്തിലാണ്. എല്ലാവരും അവരോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഏറെ പ്രിയപ്പെട്ട ആളുകൾ വരാതെ അവിടുത്തെ ആളുകൾ സാധാരണ ഡൈനിങ് ഏരിയയിലേക്ക് വരാറില്ല. ഇത് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ വന്നിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത്രയും സ്നേഹം ഉള്ളിലുള്ളവരാണോ തങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നൊരു ചിന്ത അമ്മൻ്റെ ഉള്ളിൽ ഉരുണ്ടുകൂടി. അങ്ങനെ ഒരു സംശയം സനവിനും തോന്നുന്നുണ്ടായിരുന്നു. റാബിയക്ക് താൻ വളർത്തിയ കുഞ്ഞിനെ ഇവരുടെ സ്നേഹം കണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ ഇവിടെ അവർക്ക് അവനെ കൊടുക്കാനോ പറ്റാത്ത വല്ലാത്തൊരു ചിന്ത ഉള്ളിൽ പിറവി കൊള്ളുന്നുണ്ടായിരുന്നു. സനവും അവനും സമതും റാബിയയും അറക്കൽ വീട്ടുകാരുടെ സൽക്കാരം കൊണ്ട് സ്നേഹം കൊണ്ടും വീർപ്പുമുട്ടി. ചായ കുടിച്ചവർ പുറത്തേക്ക് നടന്നപ്പോൾ കൂടെ ബാക്കിയുള്ളവരും അവരെ അനുഗമിച്ചു. അമനോടും സനവിനോടും ജ്യേഷ്ഠന്മാരുടെ പെൺമക്കൾ പെട്ടെന്ന് കമ്പനി കൂടി. അവർ പരസ്പരം ഫോൺ നമ്പർ കൈമാറി. അലി അക്ബർ സമദിനോടും റാബിയയോടും ഒരുപാട് നേരം സംസാരിച്ചു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന നീരസം നീങ്ങിത്തുടങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും അക്ബറിന് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ടല്ലേ അമനെ തേടിയെത്തിയത് എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പോകാൻ നേരം അവർ 4 പേരും കൂടി സാറാ ബീവിയെ അവരുടെ റൂമിൽ പോയി കണ്ടു. ക്ഷീണം കൊണ്ട് അവർ കിടക്കുകയായിരുന്നു. അവരെല്ലാം വന്നത് കണ്ടപ്പോൾ അമൻ്റെ കൈ പിടിച്ച് അവർ എണീറ്റിരുന്നു. അമനും അവരുടെ അരികിൽ തന്നെ ഇരുന്നു. ഇതൊക്കെ ആരാണ് മോനെ? ഞാൻ ആരെയും അറിയുന്നില്ലല്ലോ, സാറാ ബീവി അമനോട് ചോദിച്ചു. ഇതെൻ്റെ കുഞ്ഞുമ്മ, റാബിയക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ആര്, റാഹിയുടെ അനിയത്തിയോ? അതെ, എൻ്റെ ഉമ്മയുടെ അനിയത്തി തന്നെ. പ്രായം കൊണ്ട് ചുക്കിച്ചൊളിഞ്ഞ കൈകൊണ്ട് റാബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാറാ ബീവി പറഞ്ഞു. മോളെ, എൻ്റെ മോന് തെറ്റി പറ്റിപ്പോയതാണ്. മോളുടെ ഇത്താന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, അതിനെ മാത്രം അവൻ അനുഭവിച്ചു. അവർ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും സങ്കടം തോന്നി. അപ്പോൾ അവൻ എണീറ്റ് സനുവിൻ്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു. വാപ്പുമ്മ, ഇതാരാണെന്നറിയുമോ? ഇതാണെൻ്റെ സ്വന്തം ഭാര്യ. സനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വാപ്പുമ്മയെ നോക്കി. അവൻ പറഞ്ഞത് കേട്ട് സാറാബിയുടെ മിഴികൾ വിടർന്നു. എൻ്റെ പേരക്കുട്ടി അപ്പോൾ കല്യാണവും കഴിച്ചോ? മാഷാ അല്ലാ, അടുത്ത് വാ മോളെ, വാപ്പുമ്മ നോക്കട്ടെ. സനു അവരുടെ അടുത്തേക്ക് കട്ടിലിലിരുന്നു. അവർ സന്തോഷത്തോടെ അവളുടെ കവിളിൽ തഴുകി. എന്നിട്ട് അമ്മനോട് പറഞ്ഞു. അവളുടെ ചുണ്ടിൽ ചിരിമിന്നി. സുന്ദരിമോളാണ്, നിനക്ക് നന്നായി ചേരും കേട്ടോ, പാപ്പുമ്മക്ക് ഇഷ്ടമായി. അവനും അവളുടെ അടുത്തേക്കിരുന്നു. രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് സാറാ ബീവി അനുഗ്രഹമറിയിച്ചു. അപ്പോൾ മോനെ, ഇതാരാണ്? സമദിനെ ചൂണ്ടി വാപ്പമ്മ ചോദിച്ചു. എന്നെ നിങ്ങൾക്ക് ചെറിയൊരു പരിചയമുണ്ടാവും. റാഹിയെ ഇങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോൾ ഞാനും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ആ മോനെ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രായമായില്ലേ, അതുകൊണ്ട് ചെറിയ മറവിണ്ട്. ഞാനാണ് റാബിയയെ വിവാഹം ചെയ്തത്. ആണോ? മാഷാ അല്ലാ, അന്ന് പറഞ്ഞു വച്ചിരുന്നു എന്നാ എൻ്റെ ഓർമ്മ. അതെ. മോളുടെ വീടെവിടെയാണ്? അവിടെ അടുത്ത് തന്നെയാണോ? അവൾ എൻ്റെ മോളാണ്, സമദ് പറഞ്ഞു. വേറൊന്നും പറയാൻ അയാൾക്ക് അപ്പോൾ തോന്നിയില്ല. നിങ്ങളുടെ മോൾ തന്നെയാണോ ഇവൻ വിവാഹം കഴിച്ചത്? നീ ആള് കൊള്ളാലോടാ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാ വാപ്പുമ്മ, അവൻ ചിരിയോടെ പറഞ്ഞു. പക്ഷേ സനു ചിരിച്ചില്ല. അവൾക്കപ്പോൾ അതൊരു തമാശയായി തോന്നിയില്ല. അവളുടെ മനസ്സിൽ ചിന്തകൾക്ക് ഭാരം കൂടി വരുന്നുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ മറ്റുള്ളവർ സംസാരത്തിൽ മുഴുകി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, സമദ് സാറാ ബീവിയോട് പറഞ്ഞു. അത് കേട്ട് അവരുടെ മുഖം മങ്ങിപ്പോയി. കുറച്ചു നേരം കൂടി കഴിഞ്ഞു പോവാം, നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് മതിയായില്ല, അവർ ദയനീയമായി പറഞ്ഞു. അല്ലോ, അതിന് ഞങ്ങൾ ഇടയ്ക്ക് വരാം, ഇവരെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും പോകണം, സമദ് മറുപടി കൊടുത്തു.
അവർ തലയാട്ടി. അമൻ വാപ്പമ്മയുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് വിട വാങ്ങി. അവർ തിരിച്ചും അവന് സ്നേഹം മുത്തം നൽകി. സനുവും റാബിയയും അവരുടെ കൈപിടിച്ചു യാത്ര ചോദിച്ചു പുറത്തേക്കിറങ്ങി. അമൻകാ, ഇത്താനെയും കൂട്ടി ഉടനെ തന്നെ വരണം. നിങ്ങളുടെ മാരേജ് റിസപ്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അത് നമുക്ക് ഇവിടുന്ന് അടിച്ചു പൊളിച്ചാഘോഷിക്കണം, അഫ്ര പറഞ്ഞു. ബാക്കിയുള്ളവരും അതിനനുകൂലിച്ചു. അതിന് മറുപടിയായി അമൻ ചിരിച്ചു. അമൻ അവരോട് അത്ര അടുത്തില്ലെങ്കിലും ബാക്കിയുള്ളവർ ഇങ്ങോട്ട് അടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ബന്ധം വളർന്നു എന്ന് സമ്മദിനും റാബിയക്കും ബോധ്യമായി. അവരെ യാത്രയാക്കാൻ എല്ലാവരും തറവാടിൻ്റെ മുന്നിൽ നിരന്നു നിന്നു. അലി അക്ബറിനോട് അമൻ ഒന്നും സംസാരിച്ചില്ല. അയാൾ സംസാരം കൊണ്ടുപോലും അവനെ ഒന്നും ബുദ്ധിമുട്ടിച്ചതുമില്ല. ബാക്കിയുള്ളവർ എല്ലാവരും കെട്ടിപ്പിടിച്ചു അവനെ യാത്രയാക്കി. വണ്ടിയിൽ കയറിയിട്ടും ഓരോരുത്തരും വീണ്ടും വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. എല്ലാവരോടും കൈവീശി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. അവർ പോയപ്പോൾ അറക്കൽ തറവാട്ടിൽ മൗനം തളം കെട്ടി നിന്നു. കുട്ടികളെല്ലാവരും അവരുടെ റൂമിൽ കയറിപ്പോയി. അലി അക്ബറും സഹോദരങ്ങളും സിറ്റൗട്ടിൽ തന്നെ ഓരോന്നാലോചിച്ചങ്ങനെ ഇരുന്നു. കാറിലുള്ളവരുടെയും അവസ്ഥ വിഭിന്നമായിരുന്നില്ല. അവർ ഓരോരുത്തരും ഓരോ തരത്തിൽ ആലോചനയിലേർപ്പെട്ടു. തൻ്റെ ഉമ്മയെ അവശതയിൽ ഉപേക്ഷിച്ച് കളഞ്ഞവരോട് താൻ ഇത്തരത്തിൽ പെരുമാറണോ, പുറത്തു കൊടുക്കണോ വേണ്ടേ എന്നുള്ള പിടിവലി അമൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഉപ്പാൻ്റെ പ്രായം, ചിന്ത, കുടുംബ പശ്ചാത്തലം തുടങ്ങിയവ അവനെ തിരിച്ചും ചിന്തിപ്പിച്ചു. തൻ്റെ മോന് ചെറുപ്പത്തിൽ കിട്ടാത്ത സ്നേഹം ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, എന്തായാലും അവന് ആ സ്നേഹം ഇനിയും നഷ്ടപ്പെടരുത് റാബിയ ആഗ്രഹിച്ചു. താൻ അവനെ ഒരു മോനെപ്പോലെ കരുതിയാലും സ്നേഹം കൊടുത്താലും രക്തബന്ധങ്ങൾ അതെന്നും വേറെയാണെന്ന് സമ്മതിന് തോന്നി. അവരുടെയൊക്കെ സ്നേഹത്തിൽ വളരെയേറെ ആത്മാർത്ഥമുണ്ടെന്നും അയാൾക്ക് തോന്നി. ഇങ്ങോട്ട് വരുമ്പോഴുള്ള മാനസികാവസ്ഥയല്ല ഇപ്പോൾ ഓരോരുത്തർക്കുമുള്ളത്. അറക്കൽ തറവാട്ടുകാരുടെ പെരുമാറ്റം അത്രത്തോളം അവരെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. മറ്റു 3 പേരിലും ഏറെക്കുറെ പോസിറ്റീവ് ചിന്തകളായിരുന്നുവെങ്കിലും സനുവിനെ അത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. അവളിൽ ആ വീട്ടുകാരുടെ സ്നേഹവും പരിഗണനയും മറ്റും കണ്ടപ്പോൾ ഒരിക്കലും തന്നെപ്പോലെയുള്ള അനാഥ പെണ്ണിന് പറ്റിയ ആളല്ല അറക്കൽ തറവാട്ടിലുള്ള തലമുറക്കാരൻ എന്നൊരു ചിന്ത അവളിൽ കടന്നുകൂടി. അതുകൊണ്ടവൾ കൂടുതൽ മൗനിയായി മാറി. എല്ലാവരും ചിന്തയിൽ മുഴുകിയ കാരണം ആരും അത് മനസ്സിലാക്കിയതുമില്ല. അതവൾക്ക് ഏറെ ഗുണം ചെയ്തു. അവൾ സീറ്റിലേക്ക് തലചായ്ച്ച് അങ്ങനെ കിടന്നു. ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിന് മുമ്പിൽ നിർത്തിയപ്പോഴും വിശപ്പില്ല എന്ന് പറഞ്ഞവൾ ഇറങ്ങിയില്ല. അതുകൊണ്ട് ബാക്കിയുള്ളവരും ഫുഡ് ഒരു ജ്യൂസിലൊതുക്കി. അവൾക്ക് പാർസൽ വാങ്ങിയെങ്കിലും അവൾ കഴിച്ചില്ല. അത് കണ്ടപ്പോൾ അവൻ അവളെ ശ്രദ്ധിച്ചു. മുഖമാകെ വല്ലാതെ ഇരിക്കുന്നത് കണ്ട് അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. സനു, നിനക്കെന്താ പറ്റിയത്? മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വോമിറ്റിംഗ് എങ്ങാനും തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല, ഒന്നുമില്ല, അവൾ അങ്ങനെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും എന്തോ അവൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് 3 പേർക്കും തോന്നി. അമൻ ഡ്രൈവിങ്ങിനിടയിലും ഇടയ്ക്കിടെ അവളെ മിററിൽ കൂടി നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഉള്ളിൽ പുകയുന്ന നെരിപ്പോടറിയാതെ അവൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ എന്ന ചിന്തയിൽ അവളുടെ പ്രിയപ്പെട്ടവരും ഇരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർക്കുക. തുടരും.